ഹായ് ഗൈസ്, കോപ്പിറൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയെന്നും പറഞ്ഞ് സന്തോഷത്തോടെ എന്താ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? സന്തോഷമൊന്നുമില്ല കേട്ടോ. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടി, നമ്മളത് സോൾവ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിൽ ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. യൂഷ്വലി ഞാൻ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലെയുള്ള ന്യൂ യൂട്യൂബേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ, കോപ്പിറൈറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഫാഷൻ ഹിസ്റ്ററി മുതലുള്ളത്, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാഷൻ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി യൂട്യൂബ് സെർച്ച് ചെയ്ത് എടുക്കുമല്ലോ, അതുപോലെ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. അപ്പം ഇത് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ടു ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ നോർമലി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് വ്യൂ യുവർ ചാനൽ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ അവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൽ മുകളിൽ തന്നെ കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടു നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടെ ചാനൽ ഐക്കണിന് താഴെയായിട്ട്. അതിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷന് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസും നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ള വീഡിയോ ഏതാണെന്ന് കണ്ടുപിടിക്കാനും മുകളിൽ കാണുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ള വീഡിയോ ഏതാണെന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും റെസ്ട്രിക്ഷൻസ് കോപ്പിറൈറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോക്കാണ് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയ വീഡിയോ ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പേജായിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ വിസിബിലിറ്റി പബ്ലിക് ആണെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ട് നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത് ഏതാണെന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. എനിക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള സോഫ്റ്റ് പിയാനോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മ്യൂസിക്കിനാണ് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും 4.56 മിനിറ്റ് മുതൽ 7.23 മിനിറ്റ് വരെയാണ് എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഞാനിനി ക്ലിയർ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഞാൻ CapCutലാണ് നോർമലി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ CapCutൽ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കും അല്ലാത്ത മ്യൂസിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടല്ലാത്ത മ്യൂസിക്കാണ് യൂസ് ചെയ്തതെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത്. കോപ്പിറൈറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് സെക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് നമ്മുടെ സോങ് എറൈസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം, അതോ അല്ലെങ്കിൽ ട്രിം ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ എറൈസ് ചെയ്ത് കൊടുക്കാൻ നോക്കിയപ്പം ഞാൻ സംസാരിക്കുന്ന ആ ഒരു വോയിസും കൂടി അവിടെ എറൈസായി പോവുകയാണ് ചെയ്തത്. മുന്നേയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമായിട്ട് എറൈസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പം ആ ഒരു ഓപ്ഷൻ അവിടെ ഡിസേബിൾ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ റീപ്ലേസ് സോങ്ങാണ് കൊടുത്തിട്ടുള്ളത്. റീപ്ലേസ് സോങ് കൊടുത്ത് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുള്ള ആ ഒരു സെക്ഷൻ നമുക്ക് റെഡ് കളറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ആ ഒരു പോർഷനിലോട്ട് നമുക്ക് മറ്റൊരു മ്യൂസിക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് മ്യൂസിക്സ് അവൈലബിൾ ആണല്ലോ. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഫോണിൽ സെലക്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ലാപ്പിലാണ് മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഇതിൽ കാണാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സേവ് കൊടുത്താൽ മതി. അപ്പോൾ പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം എടുക്കും, എന്നാലും നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ അവിടെ സോൾവ് ആയി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വീഡിയോസ് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പം അങ്ങനെ നോക്കിയപ്പം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു വീഡിയോയുടെ റെസ്ട്രിക്ഷൻ സെക്ഷനിൽ നമുക്ക് ചെക്കിംഗ് എന്നാണ് കാണിക്കുന്നത്. അതായത് അത് കോപ്പിറൈറ്റ് ഇഷ്യൂ സോൾവ് ആയി വരുന്നേ ഉള്ളൂ, അത് പ്രോസസ്സിംഗ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ചെക്കിംഗ് എന്ന് കാണിക്കുന്നത്. അത് ഒരു 1 ഹവറിനുള്ളിൽ തന്നെ നമുക്ക് സോൾവ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വീഡിയോ സെക്ഷൻ ഓപ്പൺ ചെയ്ത് കോപ്പിറൈറ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ കോപ്പിറൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കോപ്പിറൈറ്റ് സോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വീണ്ടും അവിടെ കാണിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കോപ്പിറൈറ്റ് അവിടെ സോൾവായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്തതിന് ശേഷം വീഡിയോ ഒന്ന് എടുത്തു നോക്കി. ആ ഒരു കോപ്പിറൈറ്റ് വന്ന വീഡിയോ ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ 4.56 മിനിറ്റ് അവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു എനിക്ക് കോപ്പിറൈറ്റ് കാണിച്ചിരുന്നത്. അപ്പം ഇപ്പം എൻ്റെ വീഡിയോയിൽ ആ ഒരു പാർട്ട്, ഈ ഒരു 4.56 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ട് ഫുൾ മ്യൂസിക്കായിട്ടാണ് വരുന്നത്. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ കേൾക്കുന്നില്ല. അപ്പം നോർമലി ഇതുപോലെ സംസാരിക്കാതെ ജസ്റ്റ് വീഡിയോ കാണിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് യൂസ്ഫുള്ളാണ്. പക്ഷേ എനിക്കിത് എൻ്റെ സംസാരം അവിടെ കേൾക്കുന്നില്ല. ഞാൻ നോർമലി ക്ലാസ് എടുക്കുകയാണല്ലോ, അപ്പം എൻ്റെ സംസാരം അവിടെ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ ഫസ്റ്റ് പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് നല്ലതാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഫാഷൻ ഹിസ്റ്ററി മുതൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാഷൻ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 2-3 എപ്പിസോഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ വരുന്ന എന്തെങ്കിലും തെറ്റുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.